നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ കൊച്ചിന്റെ മുത്തശ്ശിയല്ലേ ഞാൻ, എന്നെ അങ്ങനെ തല്ലാവോ മാഷേ? ശരി സുശീലേ, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ, മാപ്പർഹിക്കാത്ത തെറ്റ്. ആ തെറ്റിന് അവളുടെ അച്ഛനായി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. പോരെ? അണ്ണാ, ഇന്ദ്രനെ പോലെ ഒരു ഭാഗം മാത്രം കേട്ട് അണ്ണൻ തീരുമാനം എടുക്കരുത്. അണ്ണന്റെ മകൾക്ക് പറയാനുള്ളത് കൂടി അണ്ണൻ കേൾക്കണം. കാരണങ്ങൾ ഒരുപാടുണ്ടാവും ദാസ്, പക്ഷേ അമ്മയെ അടിച്ചതിന് അതൊന്നും ഒരു ന്യായീകരണം ആവില്ല. സുശീല, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു. ഇനി നീ പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകള് ചെയ്ത തെറ്റിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. മാഷ് എന്ത് ചെയ്താലും മരുമകളുടെ തല്ലുകൊണ്ട് അമ്മായിയമ്മ എന്നുള്ള പേര് എനിക്ക് മാറിക്കിട്ടില്ലല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇന്നും എന്റെ വീട്ടിൽ വന്ന് അവളുടെ കുഞ്ഞിന് അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞ് എന്നെ ഇന്ദ്രനെയും താക്കീത് ചെയ്ത് പോയി അവള്. അവളും അവളുടെ കുഞ്ഞും ഇന്ദ്രന്റെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കും അത്രേ. ആരിറക്കി വിട്ടാലും അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലാന്ന്. ഞാനിപ്പം മാഷിനെ കാണാൻ വന്നത് അവളെ ആ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകണമെന്ന് പറയാനാ. അവളുടെ കുഞ്ഞിനെ വേണമെങ്കിൽ അവളെ എടുത്തോട്ടെ, പക്ഷേ ഇന്ദ്രനും അവന്റെ കുടുംബത്തിനും ഇനി അനുപമയെ വേണ്ട. സുശീലേ, മോനെ, അമ്മയുടെ മോൻ തിരിച്ചു വന്നോ? നീ എങ്ങനെയാ മോനെ ഇത്രയും നാളവിടെ ജീവിച്ചത്? എന്റെ മോനെ ഇപ്പോഴെങ്കിലും എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്റെ ഭഗവാനെ. വാ അമ്മയുടെ മോളെ വാ, നിന്റെ കൈ കൊണ്ട് അവന് പാല് കൊടുക്ക്. നീ കൊടുത്താലേ അവൻ കുടിക്കും. മനുഷ്യത്വം തൊട്ട് തീണ്ടിയവരാണെങ്കിൽ ഇനി വിച്ചുമോന്റെ അധികാരവും പറഞ്ഞ് ഇന്ദ്രനും അവന്റെ അമ്മയും ഈ പടി ചവിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടാ ഞാനും അനുമോളും പോന്നത്. ഇനി അവർ ഒരു കുഴപ്പത്തിന് ഇങ്ങോട്ട് വരില്ല ഭാനുമേ. ഇനി വന്നാ ഞങ്ങളായിരിക്കും മറുപടി പറയാൻ പോകുന്നത്. അതെ, ഇനി അനുവിനും മോനും കൂട്ടായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇന്ദ്രന്റെ കാര്യത്തില് രണ്ടിലൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. ചിലപ്പോ ഒരു ശുദ്ധികലശം നടത്തി ആ സുശീലയിൽ നിന്ന് ഇന്ദ്രനെ മോചിപ്പിക്കാൻ പറ്റിയേക്കും. ഭാനുമേ, മോനെ ഒന്ന് പിടിച്ചേ. ഞാനേ രഘുവിനും ചേച്ചിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. വാ മോനെ, വാ വാ, എടുക്കാം. വാ, ഞാൻ വേഗം ചക്കരക്കുട്ടനല്ലേ. ആ, അമ്മാമ്മയുടെ ചക്കരക്കുട്ടനോട് അമ്മാമ്മ ചോദിക്കട്ടെ, വേഗം പാല് കുടിക്ക്. അവനിപ്പോ ഹാപ്പി ആയല്ലേ? അനു, ഞങ്ങൾക്കിപ്പോ കുടിക്കാനും തിന്നാനും ഒന്നും വേണ്ട അനു. ഇനി ഒരു കാരണവശാലും ആ തള്ളയുടെ കയ്യില് വിച്ചുമോനെ കൊടുക്കരുത്. ആ സ്ത്രീ മോനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും. മോന് അളവില്ലാത്ത കപ്പ് സിറപ്പ് കൊടുത്തതിലൊന്നും ഇന്ദ്രന് ചിലപ്പോൾ പങ്കുണ്ടാവില്ല. പക്ഷെ മോന്റെ കാര്യം അവൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ മനുഷ്യൻ വീണ്ടും അമ്മ ദൈവത്തിന്റെ അടിമയായി കഴിഞ്ഞു രഘുവേട്ട. സത്യത്തിൽ ഇനി ആ ലൈഫിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിനി ജീവിക്കാൻ എന്റെ മോൻ മാത്രം മതി. പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി രഘുവേട്ടനും ചേച്ചിയും അച്ഛനോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം. പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ടാനു, നമുക്ക് ആലോചിക്കാം. അമ്മാവനോട് ഈ കാര്യം പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ലെന്ന് നിനക്കറിയാലോ. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. നിനക്കെതിരെ ഇന്ദ്രനോ അവന്റെ അമ്മയോ ചെറുവിരൽ എനിക്കത് ഞങ്ങൾ നോക്കിക്കോളാം. ചീരുമഞ്ചാടിയും ദാസങ്ങളുടെ വീട്ടിൽ നിന്ന് അച്ഛന്റെ കാര്യങ്ങൾ നോക്കട്ടെ. അതാ ചീരുവിനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് അയച്ചത്. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ അച്ഛന്റെ ആയുസ്സും ആരോഗ്യം കൂടെ നോക്കണ്ടേ അനു? വേണം. അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രമാണ് ഇത്രയും കാലം ഞാൻ എല്ലാം സഹിച്ച് മുന്നോട്ട് പോയത്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. കാത്തിരിക്കാം, അച്ഛനൊരു തീരുമാനം എടുക്കും വരെ. ഞാൻ ചായ എടുക്കാം.
ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വന്നത് ഭാഗ്യായി. സരോജിനി ആന്റി അപ്പൊ തന്നെ ബസ് കയറ്റി വിട്ടു. എനിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റി. അമ്പിളിയും രഘുവും അനുവിന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചത് നന്നായി. അതവൾക്ക് ഒരു ആശ്വാസമായിരിക്കും. അതിലും വലിയ നേട്ടം ഉണ്ടായത് അനുചേച്ചിക്ക് വിച്ചുമോനെ തിരിച്ചു കിട്ടിയെന്നുള്ളതാ. ഇനി മോനെ ചോദിച്ച ആരെങ്കിലും വന്ന ചേച്ചിക്ക് മുഖത്ത് നോക്കി ആട്ടി ഓടിക്കാം. ആ അത് ശരിയാ. പക്ഷേ ഇന്ദ്രനും അവന്റെ തള്ളയും വെറുതെ ഇരിക്കൊന്നും തോന്നുന്നില്ല. ആ സുശീൽ ഇവിടെ വന്നത് അതിന്റെ തെളിവാണ്. സുശീലാന്റി ഇവിടെ വന്നെന്നോ? എപ്പോ? നീ വരുന്നതിന് കുറച്ച് മുമ്പ് അണ്ണന്റെ മുമ്പില് ഒരു മൾട്ടിപ്പിൾ ആക്ഷൻ നടത്തി തിരിച്ചുപോയി. അങ്ങളെ അപ്പൊ അച്ഛനെല്ലാം അറിഞ്ഞോ? ആ എല്ലാം അറിയിക്കാനാണല്ലോ ആ സ്ത്രീ വന്നത്. അനുപമയെ അവസാനം വീട്ടിൽ നിന്ന് ഇറക്കണമെന്നും ഇന്ദ്രന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവര് പോയി. അച്ഛനെന്താ അവർക്ക് മറുപടി കൊടുത്തേ? അനുപമ സുശീലെ തല്ലിയെന്നറിഞ്ഞപ്പോ അണ്ണനൊന്ന് തളർന്നു. പിന്നീട് അവര് പറഞ്ഞതൊക്കെ അണ്ണൻ നിസ്സംഗനായി നിന്ന് കേട്ടതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ അണ്ണനോട് സംസാരിച്ചു. നമ്മള് പലതും മറച്ചു വെക്കുന്നതിലുള്ള ദേഷ്യം അണ്ണന് കുറച്ചൊക്കെ നമ്മളോടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞപ്പോ കുറച്ചൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അച്ഛൻ അതിനുശേഷം എങ്ങോട്ടാ അങ്കിളെ പോയേ? വെറുതെ ഒന്ന് നടന്നിട്ട് വരാന്ന് പറഞ്ഞ പോയതാ. ഞാൻ തടഞ്ഞില്ല. പോയിട്ട് വരുമ്പോ എല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് അണ്ണൻ ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെന്തൊരു പോക്കാടി? ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? വല്ലാത്ത തലവേദന. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഫ്ലാസ്കിൽ ചായ ഉണ്ട്, എടുത്തു തരട്ടെ? വേണ്ട ചേച്ചി, ആവശ്യമുള്ളപ്പോ ഞാൻ വന്ന് എടുത്തോളാം. മഞ്ചൾ മോള് ചായ കുടിക്ക്.